ഭാഗത്ത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം മൊഴിയെടുപ്പൊക്കെ തുടരുകയും ചെയ്യുന്നു. ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് ദേവസ്വം വിജിലൻസ് മൊഴിയെടുക്കുന്നു. ദേവസ്വം ആസ്ഥാനത്തുള്ള മൊഴിയെടുക്കൽ തുടരുകയാണ്. അതേസമയം ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ശനിയാഴ്ച ശബരിമലയിലെയും ആറന്മുളയിലെയും സ്ട്രോങ് റൂമുകൾ പരിശോധിക്കും. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് കടകംപള്ളി സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയച്ചു. അതും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ്. നിയമപരമായി നേരിട്ടോളാം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അത് കേൾക്കാം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ഞങ്ങളൊന്നും കുഴപ്പമുണ്ടാക്കിയില്ല. കുഴപ്പം മുഴുവൻ 2019 2019 കുഴപ്പമുണ്ടായെന്ന് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞു. അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നൊന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നല്ല ബന്ധം അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് പറയണം. ഞാനത് നിയമപരമായിട്ട് നേരിട്ടോളാം. ഷഫീദ് റാവത്തറുണ്ട് വിശദാംശങ്ങളായി. ഷഫീദ്, നാളെയാണ് ദേവസ്വം വിജിലൻസിന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതിനു മുൻപായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായി മണിക്കൂറുകളായി മൊഴിയെടുപ്പ് തുടരുകയാണല്ലേ? സ്മാർട്ട് ക്രിയേഷൻ സിഇഒ മണിക്കാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ദേവസ്വം ആസ്ഥാനത്തെത്തിയത്. ദേവസ്വം വിജിലൻസിന് മുന്നിൽ ഹാജരായി മൊഴിയെടുക്കൽ ഇപ്പോഴും തുടരുകയാണ്. ഇത്രയും മണിക്കൂറായി ആ മൊഴിയെടുക്കൽ തുടരുകയാണ്. നാളെ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കും മുൻപ് പരമാവധി തെളിവ് ശേഖരണം, അതാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പുപാളിയാണെന്നും സ്വർണം പൂശിയതിലും പൊടിഞ്ഞതിലും തങ്ങൾ വീണ്ടും പണി ചെയ്യാറില്ലെന്നും ഈ വാർത്ത നേരത്തെ വിവാദമായ ഘട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി മാറ്റിയെന്ന് സ്ഥിരീകരിക്കാൻ പങ്കജ് ഭണ്ഡാരിയുടെ ഈ മൊഴി ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് നിർണായകമാണ്. മാത്രമല്ല, ഇതിനു മുൻപടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ നടത്തിയിട്ടുള്ള സംശയം ദേവസ്വം വിജിലൻസിനുണ്ട്. അക്കാര്യങ്ങൾ കൂടി ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഒരു ആത്മവിശ്വാസം ഇന്ന് ദേവസ്വം പ്രസിഡന്റിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. സകല രേഖകളും തങ്ങളുടെ പക്കലുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എല്ലാം പറയുമെന്നും ദേവസ്വം അധ്യക്ഷൻ പി.എസ്. പ്രശാന്ത് ഇന്ന് വ്യക്തമാക്കി. മാത്രമല്ല, ഇനി ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായി മാറുക പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളാണ്. നാളെ ഹൈക്കോടതിയിൽ നിന്ന് ദേവസ്വം വിജിലൻസിന്റെ പൂർണ്ണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഔദ്യോഗികമായി ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അവർ അന്വേഷണം ആരംഭിക്കും. അതേസമയം ഈ സ്വർണ്ണമോഷണത്തിൽ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ശനിയാഴ്ച ആറന്മുളയിലെയും ശബരിമലയിലെയും സ്ട്രോങ് റൂമുകൾ പരിശോധിക്കുകയും ചെയ്യും. അതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയത്. ഈ SITയുടെ അനൌദ്യോഗിക അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെ SIT ശേഖരിച്ചു വരികയാണ്. അനുജ, അതിനിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തത് ദേവസ്വം ബോർഡ് കൂടുതൽ പേർക്കെതിരെ നടപടി കൈക്കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അത് മുരാരി ബാബുവിനൊപ്പം ഉണ്ടായിരുന്ന 2 പേർക്ക് എതിരെ അവരുടെ വിരമിക്കൽ ആനുകൂല്യം തടഞ്ഞു വെക്കുക, ഇതുവരെ നൽകിയത് തിരിച്ചു പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക്. പക്ഷേ അതിലൊരു തീരുമാനം ദേവസ്വം ബോർഡ് ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല കൃത്യമായി, അല്ലേ? അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തിയ ശേഷം തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 2019 അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, അദ്ദേഹം ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ട്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു ആണ്. മൂന്നാമത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷാണ്. ഇവർക്കെതിരെയും ചില കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസ് ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നാളെ ഹൈക്കോടതിയിൽ ആ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ആ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി ഇക്കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും ഇവർക്കെതിരെ നടപടി ഉണ്ടാവുക എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട മൊഴിയെടുക്കൽ ഉൾപ്പെടെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ദേവസ്വം വിജിലൻസ് സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നാണ് നമ്മൾ കരുതുന്നത്. അത് നാളെ നൽകുന്ന റിപ്പോർട്ടിലും വളരെ നിർണായകമായി തീരും. കോടതിയിലാണ് റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് സമർപ്പിക്കുക. അതിനിടെയാണ് വി.ഡി. സതീശനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ നിയമ നടപടിയിലേക്ക് കടന്നത്. വക്കീൽ നോട്ടീസ് അയച്ചത് ഈ പരാമർശം പിൻവലിക്കണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടും എന്നൊക്കെയുള്ളതാണ്. അതിനുള്ള മറുപടിയാണ് അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.